എന്തേ ഇനിയും വന്നില്ല എന്ന് ഇറാൻ തേടിക്കൊണ്ടിരുന്ന ടീംസും അങ്ങനെ ഒടുവിൽ യുദ്ധത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇറാനെ പിന്തുണച്ച് അടുത്ത ടീംസും മേഖലയിൽ സജീവമായിട്ടുണ്ട്. മറ്റാരുമല്ല, യമനിലെ ഹൂത്തി വിമതർ ഔദ്യോഗികമായി യുദ്ധകളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇസ്രയേലിന് നേർക്ക് അവർ നേരിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചും കഴിഞ്ഞു. അമേരിക്ക ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഹൂത്തികൾ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നത്. ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതെന്ന് ഹൂത്തികൾ സ്ഥിരീകരിച്ചു. ഇറാൻ, ലബനൻ, ഇറാഖ്, പലസ്തീൻ എന്നീ പ്രദേശങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ നീക്കം എന്നാണ് ഹൂത്തികൾ പറയുന്നത്. എന്നാൽ യമനിൽ നിന്ന് വന്ന ഈ മിസൈൽ തങ്ങൾ തകർത്തതായി ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ മുന്നണികളിലുമുള്ള കടന്നുകയറ്റം അവസാനിക്കുന്നതുവരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്നാണ് ഹൂത്തികളുടെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ്. ഈ ആക്രമണത്തിന്റെ സമയം വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഒരു പ്രധാന പ്രസ്താവന പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹൂത്തികളുടെ ഈ ഒരു പ്രവേശനം. സൈനിക നടപടികൾ മാസങ്ങളല്ല, മറിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് റൂബിയോ പറഞ്ഞിരുന്നു. ഫ്രാൻസിൽ നടന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ഇറാൻ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രതികരണത്തിന് പിന്നാലെയാണ് ഹൂത്തികൾ ഇസ്രയേലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഹൂത്തികളുടെ കടന്നുവരവ് യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. യമനിലെ ഷിയ മുസ്ലിം ന്യൂനപക്ഷമായിട്ടുള്ള സൈദികളെ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പാണ് ഹൂത്തികൾ. 2014 മുതൽ വടക്കു പടിഞ്ഞാറൻ യമന്റെ ഭൂരിഭാഗവും ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ആ വഴി അടയ്ക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഹൂതികൾ ചെങ്കടൽ വഴിയുള്ള വാണിജ്യ കപ്പലുകൾ വീണ്ടും ആക്രമിക്കുമോ എന്നതാണ് ലോകം ഭയത്തോടെ ഉറ്റുനോക്കുന്നത്. 2023 നവംബർ മുതൽ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ വ്യാപകമായി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ഇവർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇതോടെ പല വൻകിട കമ്പനികൾക്കും ആഫ്രിക്കൻ തീരം വഴിയുള്ള വളരെ ദൈർഘ്യമേറിയ പാത തിരഞ്ഞെടുക്കേണ്ടി വന്നിരുന്നു. ചുരുക്കത്തിൽ ഹൂത്തികൾ വീണ്ടും രംഗത്തെത്തിയതോടെ അറേബ്യൻ പെനിൻസുലയിലും ചെങ്കടലിലുമുള്ള കപ്പൽ ഗതാഗതം വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെ വെല്ലുവിളിച്ചുകൊണ്ട് കൂടുതൽ സങ്കീർണമായ ഒരു വലിയ പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലോക സാമ്പത്തിക രംഗത്തെയും സമാധാനത്തെയും ഇത് സാരമായി തന്നെ ബാധിച്ചേക്കാം.